ഓം ശരണമായ നമ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എങ്ങനെയാണ് ഡിപ്രഷനെ കുറിച്ച് അദ്ദേഹം നമ്മളിൽ നിന്ന് ഓവർകം ചെയ്യുന്നതെന്നുള്ള നമുക്ക് നോക്കാം. അതിൻ്റെ ടെക്സ്റ്റിമോണിയൽസാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അത് ആ കുടുംബത്തിൽ നിന്ന് അവർക്ക് തന്നെ എല്ലാവർക്കും അത് ഗുണപ്പെടട്ടെ എന്ന് വിചാരിച്ചു. നമസ്കാരം, എൻ്റെ പേര് ശങ്കർ. ഞാൻ എറണാകുളം സ്വദേശിയാണ്. ഞാൻ പ്രൊഫഷണലി ഞാനൊരു ഡോക്ടറാണ്. ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. എറണാകുളം സ്വദേശിയാണ്. ഞാൻ സംഗീത് സാറിന് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തത്. സാറിന് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫിന് കുറച്ച് ഇമോഷണലായിട്ടുള്ള കുറച്ച് ഇൻസ്റ്റെബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതിനൊരു വേണ്ടിയിട്ടൊരു ഹീലിംഗ് സെഷന് വേണ്ടിയിട്ടാണ് സാറിനെ ഞാൻ അപ്രോച്ച് ചെയ്തത്. ഒരുപാട് കോണ്ടാക്ട് ചെയ്തു, പക്ഷേ നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. കുറേ കാരണങ്ങൾ കൊണ്ടിട്ട് ആ സെഷൻസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ടുമാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ സാറ് വന്ന സമയത്ത് സെഷൻ തുടങ്ങുന്ന സമയത്തുള്ള ഒരു പ്രസൻസ്, ഒരു എന്താ പറയുന്നത്, ഒരു നമ്മൾ വൈബ് എന്ന് പറയാം, ഓറ എന്ന് പറയാം, എന്ത് വേണമെങ്കിൽ പറയാം. അത് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. പക്ഷേ അതിന് ശേഷം സെഷൻ കുറേയൊക്കെ കഴിഞ്ഞ് ഒരു മിഡ് ഡേ ആയ സമയത്ത് തന്നെ, പ്രത്യേകിച്ച് ആ കന്ദഷഷ്ടിയുടെ കന്ദഷഷ്ടി ദിവസം ഇട്ട് കഴിഞ്ഞതിന് ശേഷം തന്നെ ആ ഒരു പ്രസൻസ് കംപ്ലീറ്റ്ലി മാറി. വളരെ ഒരു ലൈഫ് ടൈം, വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ടാണ്. എനിക്ക് സംഗീത് സാറിനെ അറിയുന്നത് എൻ്റെ ഹസ്ബൻഡിലൂടെയാണ്. ഒരു ഫീലിംഗ് സെഷൻ പോലെ നമ്മൾ സംഗീത് സാറിനെ കാണുന്ന സമയത്ത് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എന്തായിരിക്കും, എങ്ങനെയൊക്കെ, എന്താ ചോദിക്കാൻ പോവുക, എന്തൊക്കെയായിരിക്കും പറയേണ്ടി വരിക, ഏതൊക്കെ ഫാസ്റ്റിൽ മറക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്നൊക്കെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. പക്ഷേ ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ അല്ലെങ്കിൽ സംസാരിച്ച് വരുമ്പോഴേക്കും എനിക്കൊന്ന് കണക്റ്റഡായി ഫീൽ ആവാൻ പറ്റി. എനിക്ക് കുറേ ആൻസൈറ്റിയും പിന്നെ ഓൾമോസ്റ്റ് ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ആയിരുന്നു. കുറേ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുമായിരുന്നു. പെട്ടെന്ന് എമോഷണലി അറ്റാച്ച് ആവും, അതുപോലെ തന്നെ പെട്ടെന്ന് എമോഷണലി കരഞ്ഞു പോകും, എമോഷണലി ഓപ്പൺ ചെയ്ത് പോകും. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പോരാത്തതിന് ഇതെല്ലാം മുന്നേ ഉള്ളതാണ്. അതിൽ പറയാതെ ഒരു കഴിഞ്ഞ 6 മാസമായിട്ട് തളർത്തുന്ന കുറേ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഡെത്തായിരുന്നു ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. ഡിസംബറിൽ മുത്തശ്ശൻ, പിന്നെ ഫെബ്രുവരി ആകുമ്പോഴേക്കും ക്ലോസ് ആയിട്ടുള്ളൊരു ഗ്രാൻഡ് മദർ അവർ പോയി. ഒരു മെയ് ആകുമ്പോഴേക്കും ഫാദർ ഉണ്ടോ, എൻ്റെ ഒരു അച്ഛൻ, ഫാദർ എന്നുള്ള പേരും പറയുന്നേ ഉള്ളൂ, അച്ഛൻ ആ ഒരു സ്ഥാനത്തുള്ളവരും പോയി. ജൂൺ ആകുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോയി. ഇങ്ങനെ ഒരു 6 മാസമായിട്ട് ഫുള്ളി കറണ്ട് ഡെത്താണ്. അപ്പം ഈ ഒരു നെഗറ്റീവ് ഓറിയൻസ് അതിൻ്റെ മനസ്സിൻ്റെ ഓൾറെഡി ഉള്ള ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കൂടെ ചേർന്ന് വിങ്ങി പൊട്ടുന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ദൈവം ഒരു കോൺസെപ്റ്റിനെ മറന്നുപോയി. ഇടയ്ക്കിങ്ങനെ ഒരു ജീവിതത്തിൽ വിളിച്ചു പോകുന്നല്ലാതെ ദൈവത്തിനോട് നമ്മൾ അടുപ്പിച്ച് നിന്ന ആ ഒരു മാർഗങ്ങളൊക്കെ നമ്മൾ മറന്നും. പിന്നെ ഓൾമോസ്റ്റ് ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ആയിരുന്നു. കുറേ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുമായിരുന്നു. പെട്ടെന്ന് എമോഷണലി അറ്റാച്ച് ആവും, അതുപോലെ തന്നെ പെട്ടെന്ന് എമോഷണലി കരഞ്ഞു പോകും, എമോഷണലി ഓപ്പൺ ചെയ്ത് പോകും. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പോരാത്തതിന് ഇതെല്ലാം മുന്നേ ഉള്ളതാണ്. അതിൽ പറയാതെ ഒരു കഴിഞ്ഞ 6 മാസമായിട്ട് തളർത്തുന്ന കുറേ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഡെത്തായിരുന്നു ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. ഡിസംബറിൽ മുത്തശ്ശൻ, പിന്നെ ഫെബ്രുവരി ആകുമ്പോഴേക്കും ക്ലോസ് ആയിട്ടുള്ളൊരു ഗ്രാൻഡ് മദർ അവർ പോയി. ഒരു മെയ് ആകുമ്പോഴേക്കും ഫാദർ ഉണ്ടോ, എൻ്റെ ഒരു അച്ഛൻ, ഫാദർ എന്നുള്ള പേരും പറയുന്നേ ഉള്ളൂ, അച്ഛൻ ആ ഒരു സ്ഥാനത്തുള്ളവരും പോയി. ജൂൺ ആകുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോയി. ഇങ്ങനെ ഒരു 6 മാസമായിട്ട് ഫുള്ളി കറണ്ട് ഡെത്താണ്. അപ്പം ഈ ഒരു നെഗറ്റീവ് ഓറിയൻസ് പോലെ തന്നെ മനസ്സിൻ്റെ ഓൾറെഡി ഉള്ള ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കൂടെ ചേർന്ന് വിങ്ങി പൊട്ടുന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് അല്ല, കംപ്ലീറ്റ്ലി ദൈവം ഒരു കോൺസെപ്റ്റിനെ മറന്നുപോയി. ഇടയ്ക്കിങ്ങനെ ഒരു ജീവിതത്തിൽ വിളിച്ചു പോകുന്നല്ലാതെ ദൈവത്തിനോട് നമ്മൾ അടുപ്പിച്ച് നിന്ന് ആ ഒരു മാർഗങ്ങളൊക്കെ നമ്മൾ മറന്നുപോയിരുന്നു. ദൈവത്തോട് അടുത്ത് നമ്മുടെ ഒരു മാർഗമാണ് കന്ദഷഷ്ടി കവചം. ആ ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ യു ആർ സ്റ്റിൽ ഇൻ ഗോഡ്സ് ഹാൻഡ് എന്ന് ഓർമ്മപ്പെടുത്തി അങ്ങോട്ട് കൊണ്ടുപോയി എത്തിച്ചതിനും സംഗീത് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ട്രൂലി എത്രയോ സിമ്പിൾ കാര്യമാണ്, പക്ഷേ നമുക്കത് ആലോചിച്ച് കൂട്ടാൻ കഴിഞ്ഞില്ല. അത്രയാണ് മനസ്സിൻ്റെ വിഷമം. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പോലും, സിമ്പിളായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും സൊല്യൂഷൻ നമുക്ക് തേടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇദ്ദേഹം വന്ന് അങ്ങനെ ഒരു
ഒന്നും കൂടെ ഒരു ബോധോദയം പോലെ ഇതുണ്ട്, പേടിക്കേണ്ട, കന്തസൃഷ്ടി കവചം ഉണ്ട്, ദൈവത്തിൻ്റെ ഒരു മാർഗം ഉണ്ടെന്ന രീതിക്ക് നമുക്ക് കാണിച്ചു തന്നു. ഞാൻ ഈ കന്തസൃഷ്ടി കവചം എന്നുള്ള ഒരു സംഭവത്തിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ ഓൾമോസ്റ്റ് മറന്നിരിക്കുകയായിരുന്നു. അത് ഇന്ന് ഓർമ്മിപ്പിച്ച് എൻ്റെ മനസ്സ് തുറന്ന് പാടാനും അത് മുഴുവൻ ഓർക്കാനൊക്കെ സഹായിച്ചത് സംഗീത് സാറായിരുന്നു. അപ്പം എന്നെ ചോദിക്കുകയാണെങ്കിൽ സാറിന് എനിക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ട്, നമ്മളൊരു 1.5 ലക്ഷം രൂപയുടെ ഐഫോൺ കൊടുത്ത് വാങ്ങിയാലും അത് ഫങ്ഷൻ ആവണമെങ്കിൽ ഒരു 20-30 രൂപയുടെ സിം കാർഡ് കൊടുത്താലേ അത് ഫങ്ഷൻ ആവുള്ളൂ. അതേപോലെ തന്നെ ഈ ദൈവം എന്നുള്ളതാണെങ്കിലും ഒരു പോസിറ്റീവ് തോട്ടാണെങ്കിലും നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അഹം ബ്രഹ്മസ്മി എന്നാണ്. നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റാത്ത സമയത്ത് സംഗീത് സാറിനെ പോലെയുള്ള ആൾക്കാരുടെ ഹെൽപ്പ് നമുക്ക് എന്തായാലും ആവശ്യമാണ്. ഇന്നിവിടെ എനിക്ക് ഹെൽപ്പായി നിന്നത് സംഗീത് സാറാണ്. നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തെല്ലാം പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾക്കിത് നമ്മളുടെ ഉള്ളിലുള്ള ദൈവത്തോട് സംസാരിച്ച് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. നമ്മുടെ ഉള്ളിലുള്ള ആൻസർ ഉണ്ട്, അത് കണ്ടുപിടിക്കാനുള്ളൊരു മാർഗമാണ് സംഗീത് സാറ്. അപ്പോൾ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന്. കാരണം നമ്മൾ ഷെയർ ചെയ്യുന്ന മൊത്തം റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബ്രിഡ്ജായിട്ട് മാത്രം ഒരു സൈക്കോളജി ആ ഒരു അപ്രോച്ച് എന്നല്ലാതെ ദൈവത്തിൻ്റെ അടുത്ത് നമ്മളുടെ അടുത്ത് നിന്നുള്ള ഒരു ബ്രിഡ്ജായി മാത്രം അത് ഈ ഒരു അപ്രോച്ചിനെ കണ്ട് ഒന്നുകൂടെ നമ്മളുടെ ഉള്ളിലുള്ള ദൈവം അഹം ബ്രഹ്മസ്മി എന്നുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസ് കണ്ടെത്താനാണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ ഈ സൈക്യാട്രിസ്റ്റോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിനൊക്കെ പോകുന്നതിന് മുമ്പ് ആക്ച്വലി സംഗീത് സാറിനെ ഒന്ന് അപ്രോച്ച് ചെയ്യുന്നത് നല്ലതാണ്. യു ക്യാൻ ഓൾ ആക്ച്വലി ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ സൈക്കോളജിക്കൽ ഹെൽപ്പ് പറഞ്ഞാൽ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. മനസ്സിന് അലട്ടുന്ന പ്രശ്നം വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് ആവശ്യമാണ്. പക്ഷേ അത് വരുമ്പോഴേക്കും കംപ്ലീറ്റ്ലി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് മാത്രമാവാതെ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിൻ്റെ എങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്യുക, നമ്മളുടെ ഒരു ഇഷ്ടദൈവം അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന കുറച്ച് ശീലങ്ങൾ അതിലൂടെയും മാറ്റാൻ പറ്റും. ഈ സൈക്കോളജിക്കൽ ഹെൽപ്പ് എന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ കാര്യങ്ങൾ അത്രയും വഷളാകുമ്പോൾ എടുത്താൽ മതി. അതിന് മുന്നേ സുഗമമായിട്ട് കാര്യങ്ങൾ ഇതൊന്നും ഇല്ലാതെ പുഷ്പം പോലെ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പം ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ആ ഒരു രീതിയിൽ നമുക്ക് മാറ്റണമെങ്കിൽ സംഗീത് സാറിനെ പോലെയുള്ള ഒരാളെ നമുക്ക് തീർച്ചയായിട്ടും ലൈഫിൽ കൊണ്ടുവന്ന് ഹീൽ ചെയ്യാൻ പറ്റും. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻസിൻ്റെയോ അല്ലെങ്കിൽ ഒരു തെറാപ്പിയുടെയോ ഒന്നും ഹെൽപ്പില്ലാതെ നമ്മളുടെ മനസ്സിന് എന്ത് വേണം, ആ ഒരു വോയിഡ് ഫില്ല് ചെയ്യാൻ എന്താണ് ആവശ്യം എന്നുള്ളത് ആ ഒരു സാറിൻ്റെ ഓറ വെച്ച് സാറ് സെൻസ് ചെയ്ത് നമുക്ക് പറഞ്ഞുതരും. അതിലൂടെ നമുക്ക് ശരിക്കും എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് സംഗീത് സാറിനെ പോലെയുള്ള ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് തേടുക, ഹീലിംഗ് ആ ഒരു അപ്രോച്ചിലേക്ക് എത്തുക. പിന്നീട് നമുക്ക് സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാം.